ഇന്ന് എനിക്ക് പണിക്ക് പോകേണ്ട ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം അടുക്കളയ്ക്ക് കുറച്ച് നല്ല വെള്ളം കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പൈപ്പിലൊന്നും വെള്ളം വരില്ല. ഞാനിത് കരിയില്ലാത്ത കുഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കണം വെള്ളമാട്ടോ, ബേസിൽ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതാ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അടുക്കള വിശേഷങ്ങളൊക്കെ കണ്ട് കൂട്ടുകാർ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, നല്ലത് പറയണം എന്നാണ് നമ്മളെ വിശ്വാസം. കാരണം നമ്മളിപ്പോൾ എവിടേക്കും പുറത്തേക്കൊന്നും പോകണില്ലല്ലോ. പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് വീഡിയോ എടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കള വിശേഷങ്ങളിലേക്കാണ് നമ്മളെ കൂട്ടുകാർക്ക് എന്നും വരേണ്ടത് അല്ലേ. എന്തായാലും വേണ്ടില്ല, വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റണോലാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തെ വെണ്ണീരൊക്കെ ഒന്ന് കോരിയെടുക്കട്ടോ. ഞാൻ ചായക്കുള്ള വെള്ളം ഗ്യാസുമ്മ വെച്ചതുകൊണ്ട് തന്നെ ചായ അവിടെ കിടന്ന് ആവട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പച്ചരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ദോശപ്പൊടി പാക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നൂലപ്പം ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി നൂലപ്പം ഉണ്ടാക്കണില്ല, കാരണം കുറച്ച് നേരം വൈകാണല്ലോ ആ ഒരു പരിപാടിക്കൊക്കെ. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ ആളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് തോനെ ഉണ്ടാക്കും വേണം. അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ദോശ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ആവാൻ. അതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. തീ ഇതാ ഉഷാറായിട്ട് ഇങ്ങോട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ തുണ്ട് എടുത്താണ്ട് കുറച്ച് ചുള്ളൽ വിറകൊക്കെ കൊണ്ടുവന്നേ ചെയ്യുന്നു കേട്ടോ. ആ ചുള്ളൽ വിറകൊക്കെ ഇട്ടുകാണ്ട് ഞാനിതാ തീയൊക്കെ കത്തിച്ചെടുക്കട്ടെ. പിന്നെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കണേ. അങ്ങനെ തീയൊക്കെ കത്തിയതിന് ശേഷം ഞാൻ ദോശച്ചട്ടി ഇവിടെ ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടോ. കാരണം പുലർച്ചെ തന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഏടത്തേമ്മ ഒരിക്കൽ വന്ന് ദോശച്ചട്ടി കൊണ്ടുപോയത്. അതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കിയതുമില്ല. പിന്നെ ഇവിടെ ഉണ്ടോ ഇല്ലേന്നൊരു സംശയമായിരുന്നു കേട്ടോ. പിന്നെ വീതൻ്റെ അടിയിലൊക്കെ നോക്കിയപ്പോൾ ദോശച്ചട്ടി ഉണ്ട് അവിടെ. അതുകൊണ്ട് മനസ്സിനൊരു സമാധാനം. അല്ലെങ്കിൽ പിന്നെ ആ ഇരുട്ടും തപ്പി അങ്ങോട്ട് പോകണമല്ലോ. പിന്നെ പണിക്കാരൊക്കെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. പുലർച്ചെ പോവും. പിന്നെ ഞാൻ എണീറ്റു 5:15 ഇതിന് അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം പണിയൊക്കെ ഒരുക്കിയിട്ട് എനിക്ക് എൻ്റെ പണിക്ക് പോകാമല്ലോ എന്നും കരുതി. പിന്നെ ഞാൻ ദോശച്ചട്ടി നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ഇതാക്കണം കേട്ടോ, ദോശ പാക്ക് അപ്പത്തിൻ്റെ പാക്കാണ് കേട്ടോ. അത് ഞാൻ ആ പൊടി ഒരു പാത്രത്തൊക്കെ മാറ്റിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ടാണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. വിഷ്ണുവിന് ഇതേപോലെ പാക്ക് വാങ്ങുമ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കല്ലോ, ഇതേപോലെ പാക്ക് വാങ്ങിയാണ്ട് ദോശ ഉണ്ടാക്കണം. ആ ദോശ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അരിദോശ ഇഷ്ടമാണ്, എന്നാലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലോണം ഇങ്ങോട്ട് കുഴഞ്ഞ് നിൽക്കണതാണ്. 2 ദിവസം മുന്നേ രാവിലെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. വൃശ്ചിക ദിവസം ആയതുകൊണ്ട്, വൃശ്ചിക മാസം ആയതുകൊണ്ടാണ് തോന്നുന്നത് തണുപ്പൊക്കെ. പക്ഷെ ഇപ്പം അല്ല, ഇപ്പോൾ 2-3 ദിവസം നല്ല മഴയല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീറ്റാലും വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഇന്നലെ എടുത്തുവെച്ച വറകിന് കത്താൻ വലിയ പ്രയാസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഊതി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ചായക്കുള്ള വെള്ളം ഉഷാറായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഇടയിൽ ദോശ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദോശമാവ് ഈ ഒരു ദോശച്ചട്ടി വാങ്ങിയിട്ട് കാലം കുറേ ആയിട്ടോ. ഇപ്പോൾ കേട് വരാനായിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു പൊളിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് ശരിയാവില്ല, അത് വേഗം കേടുവരും. എന്തായാലും ഇപ്പോൾ തട്ടിമുട്ടിയൊക്കെ പോണു, ദോശ ചുട്ട് പോണു. അതിൻ്റെ ഇടയിൽ ഞാൻ ദോശ ചുടൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത്. വെള്ളം കടപ്പത്ത് വെച്ചു, വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയിട്ടില്ല, വാങ്ങിയിട്ടില്ല കേട്ടോ, വന്നിട്ടുണ്ട് പറഞ്ഞെന്ന് ചേച്ചി. ഇനി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി വാങ്ങിയിട്ടോ എന്ന്. അർജൻറ്റ് കൂട്ടണത് വേറെ ഒന്നുമല്ല കേട്ടോ, അരി ഉണ്ട് കേട്ടോ, പക്ഷേ ചായക്കടിക്ക് അരിയില്ല. പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുമല്ലോ, അതിനോടാട്ടോ അധികേറെ ചായക്കടി ഉണ്ടാക്കില്ല. പിന്നെ ചപ്പാത്തി പേക്കും ഉണ്ടാവില്ല, ആട്ടപ്പേക്ക് ഉണ്ടാവും, അതിനോട് ചപ്പാത്തിയും ചൂടും കേട്ടോ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കാരണം പുട്ട് റവ അങ്ങനത്തെ കേട്ടോ, പുട്ടും പേക്ക് റവ പേക്കൊക്കെ വാങ്ങൽ. അതിൻ്റെ ഇടയിൽ ഇതാ ഉള്ളിയും തക്കാളി ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉള്ളിക്കറി. സൂര്യമോളെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഉള്ളിക്കറി. ഓളോണ്ട് എന്താ കറി വേണ്ടത് ചോദിച്ചോളൂ, വേഗം പറയും ഉള്ളിക്കറിയെന്ന്. ഇപ്പം എന്തായാലും ചെറുപ്പയറും പെട്ടിട്ടുണ്ട് അതിൽ. പിന്നെ ഇതാ ഞാനൊരു കുഞ്ഞ് ചായ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ പാൽപ്പേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ചായ കണ്ടാണ് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഇതെന്താ കഞ്ഞിവെള്ളം പോലെ ഇരിക്കണമെന്ന്. 10 രൂപേൻ്റെ പേക്കാണ് പാൽപ്പേക്ക്, പാൽപ്പൊടി പേക്ക് വാങ്ങൽ. അപ്പം അതിനോടൊരു കുഞ്ഞ് ചായ ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ അത് മതി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാമല്ലോ. എന്തായാലും ആ ഒരു കളറ് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. അങ്ങനെ ഞാൻ കുറച്ച് ചായപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പാൽപ്പൊടി ചുടുവെള്ളത്തിൽ കലക്കാമെന്ന് വിചാരിച്ചാണ്ട് കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടാണ്ട് കടുപ്പം നിന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കി വെച്ചേന്നല്ലോ, അതും കൂടെ അതിക്ക് ഒഴിച്ചാണ്ട് പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് പാകാക്കിയാണ്ട് പിന്നെ അടച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷത്താണ് ഞാൻ അരി കഴുകിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അരി നമ്മൾ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കലുണ്ട്, കയ്യിൽ കൊണ്ട് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇന്ന് മുതൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കമൻറ്റും വന്നേന്ന്, നമ്മളെ കൂട്ടുകാർ പറഞ്ഞേന്ന് ഇതേപോലെ ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ അതിലും സന്തോഷം കണ്ടെത്തണം. പിന്നെ ഇതാ പണിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. കറി ഉണ്ടാക്കണില്ല, ഐശ്വര്യ ഉണ്ടല്ലോ ഇവിടെ, കറി ഉണ്ടാക്കിക്കോളൊന്നും കരുതിട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ ഒരുക്കി പോവാം. പിന്നെ മക്കൾക്ക് സ്കൂളും ഉണ്ട്, സൂര്യമോൾക്ക് അംഗൻവാടി ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണുവിൻ്റെ അച്ചവട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് ദോശയും ഉള്ളിക്കറിയാണ് കേട്ടോ. അത് രസമാണ് കേട്ടോ, ദോശയും ഉള്ളിക്കറിയും. ദോശ ഇതാ നല്ല പോലെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് പേക്കായിട്ടാണ്, അല്ല പച്ചരിയും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പൊടി ആയതുകൊണ്ട് എന്തോ വിഷ്ണുവിന് വല്ലാണ്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ ചോറ് വെന്തതിന് ശേഷമാണ് കേട്ടോ. ചോറ് ഊറ്റൽ കഴിയാനായിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കൊടുത്തു, മക്കൾ എണീറ്റിട്ടുണ്ട്. വിഷ്ണുവിനും സൂര്യമോൾക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ഇതാക്കണം ഞാൻ ചോറ് ഊറ്റുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് നേരത്തെ പോയാണ്ട് നേരത്തെ പോരണമെന്നുണ്ട്. നേരത്തെ പോരും കേട്ടോ, ഒരു 3 മണിക്കൂറത്തെ പണി മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും കുറച്ചും കൂടെ നേരത്തെ പോരണമെന്നുണ്ട്. കാരണം ഇന്ന് അഖണ്ഡനാമം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം. ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ പൂളക്കലാണ് അഖണ്ഡനാമം ഉള്ളത്, ഇവിടെ പൂളക്കൽ അമ്പലത്തിൽ വെച്ചാണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ. മക്കൾക്കാണെങ്കിൽ വലിയ സന്തോഷം. വിഷ്ണു പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകണില്ല അമ്മ, ഞാൻ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയാലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂൾ ഒഴിവാക്കിയാണ്ടുള്ള പരിപാടി പറ്റൂല, എന്തായാലും നമ്മൾ വൈകുന്നേരത്ത് പോവുമല്ലോ, അപ്പം നമുക്ക് തൊഴാൻ കയറാമെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട്, കൂട്ടുകാരൊക്കെ മാല ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാമിമാരാണ്, അപ്പോൾ ഓല് രാവിലെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. പിന്നെ കുടിവെള്ളം ഇല്ല കേട്ടോ, വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കഞ്ഞിക്കലം തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയാണ്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഞാൻ അടപ്പത്ത് ചെറിയ കുടുക്കയിൽ വെള്ളം വെച്ചിരുന്നു. ആ വെള്ളം അപ്പുറത്തെ അടപ്പത്തേക്ക് മാറ്റിക്കാണ്ട് ഞാൻ കുടിവെള്ളം വെക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ, ദോശയും കറി എടുക്കാനൊക്കെ വന്നതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ വിറകൊക്കെ ഇട്ട് കത്തിക്കട്ടെ. അപ്പോൾ ഇതിന് അടപ്പൊരു വിധം അങ്ങോട്ട് കെട്ട പോലെ ആയിക്കണം കേട്ടോ. കുടിവെള്ളം തിളപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് രാവിലെ തിളപ്പിക്കണതാണ്. ഇന്നിപ്പോൾ എൻ്റെ പണികളൊക്കെ ഒരുങ്ങട്ടെ എന്ന് കരുതി. ഇനി അതവിടെ കിടന്ന് അങ്ങനെ ആയിക്കോളും. വിഷ്ണു പോയി, സൂര്യമോളെ പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. സൂര്യമോളുണ്ട് അവിടെ, ഓളെ പറഞ്ഞയക്കണം. ഓളെ പറഞ്ഞയക്കണമെങ്കിൽ ഞാനും ഒപ്പം പോകണം.
അങ്ങനെ ദാ അടുപ്പിൽ കുറച്ച് കനമുള്ള കൊള്ളിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഊതി കത്തിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ല അടപ്പ് ഇങ്ങോട്ട് കെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഊതി കത്തിച്ചാലേ ഇങ്ങോട്ട് കത്തുള്ളൂ. ഓലക്കൊടിയൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ വിറക് കുറച്ച് ചൂടാകുമ്പോൾ അടപ്പിൽ തന്നെ ഇട്ടാണ്ട് പിന്നെ ഊതി കത്തിച്ചിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ല സൂര്യമോളെ അംഗൻവാടിക്ക് കൊണ്ടാക്കി കൊടുത്താണ്ട് ഞാനൊരു വീട്ടിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ വന്നാണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. വന്ന് ഇരിക്കുകയാണ്, കുഴങ്ങി ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇതേപോലെയൊക്കെ പണിക്ക് പോകുമ്പോൾ കുഴക്കും ക്ഷീണം തന്നെ ആവൂലേ, അതേപോലെ ഉണ്ട് എനിക്ക്. ഇപ്പോൾ 2-3-4 ദിവസം അടുപ്പിച്ച് പോയതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും ഇല്ലെങ്കിലും എന്നാലും ചെറിയൊരു ക്ഷീണം അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ എന്തായിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ കേട്ടോ. കുളിച്ചിട്ട് വേണം, ഞാൻ പറഞ്ഞില്ല അമ്പലത്തേക്ക് പോകണമെന്ന്. അതിൻ്റെ ഇടയിലാണ് ആ ചുമരുമ്മ തിണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ മണ്ണ് കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തു. അപ്പോൾ കുളിച്ച് വരട്ടെ സൂര്യമോളെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരണം. ഇപ്പോൾ സൂര്യമോളെ കൊണ്ടുവരാനായിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 1:30 ആയപ്പോഴത്തേന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണിക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. 1:30 ആയപ്പോഴത്തേനും കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ ഭാരമായിട്ടുള്ള പണികളൊന്നുമില്ല. എൻ്റെ പണികളെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചൊരി തുടക്കുക, മുറ്റടിക്കുക, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് പണികൾ മാത്രം കേട്ടോ. പിന്നെ എൻ്റെ കാലിന് എന്തോ ഒരു വേദന കേട്ടോ, പെട്ടെന്നൊരു വേദന കയറി. അതിൽ ഞാൻ കുറച്ച് നേരം ആ ബെഞ്ചുമ്മ പോയി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോഴാണ് ചേച്ചി കുട്ടികൾ അവിടെ കളിക്കണ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വെള്ളത്തിൽ കളിക്കുക, ഓലടുത്ത് വാട്ടർ ബലൂൺ ഉണ്ടല്ലോ, ആ ബലൂൺ ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളമാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ കളിക്കലേന്ന്. അപ്പോൾ ചേച്ചി അവിടെ അതിലങ്ങോട്ട് അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ മക്കളെ ഞാൻ സൂര്യമോളൊക്കെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇനി എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ മുറ്റടിച്ചു വരാണ്ട് തുടക്കൽ. ഇനിയിപ്പോൾ ചേച്ചി കഴിക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. ചേച്ചി തുടക്കൽ കഴിച്ചാൽ ഒരു സമാധാനം എന്ന് ഞാൻ മനസ്സിൽ കരുതി, വേറെ ഒന്നുമല്ല കേട്ടോ. എന്താ അല്ലെങ്കിൽ തുടച്ചേന്ന് നിന്നാലും ചെറിയൊരു മടി എനിക്ക് മുറ്റടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണിക്കൊക്കെ നിൽക്കട്ടെ. ഇരുന്നിട്ട് ഇങ്ങോട്ട് കാര്യമില്ല, നമ്മളെ പണിയൊന്നും വേറെ ആരും വന്നെടുക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഫോൺ വെക്കണത്. സൂര്യമോൾ കണ്ടത്, ഓളൊന്നും നോക്കിയില്ല. പിന്നെ അതാ ഓടി വന്നിട്ട് ഫോണിൻ്റെ മുന്നിൽ ഇങ്ങോട്ട് ഇരുന്നതാട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മുറ്റടിക്കണത്, കാരണം ഞാൻ എവിടെ ഫോൺ വെക്കണേ നോക്കിയിരിക്കുന്നു ഓള് ഫോണിൻ്റെ മുന്നിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചോറ് ഐശ്വര്യ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ കറിക്ക് ഇതാ ചേച്ചി കുറച്ച് മത്തൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് മത്തൻ്റെ ഇല നന്നാക്കി ഇരിക്കുകയാണെന്ന്. പിന്നെ ചോറ് വെന്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ, മത്തൻ്റെ ഇല ആകുമ്പോൾ എളുപ്പം ഉണ്ടാവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്പലത്തേക്ക് പോകണമെന്ന്. അപ്പോൾ കുറച്ച് നേരത്തെ പോകണം പറഞ്ഞിതാ ഇരുടാവാനായിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ കറി ഉണ്ടാക്കിയിട്ട് വേഗം പോകാൻ നോക്കട്ടെ. ഇനിയിപ്പോൾ കുളിക്കും വേണമല്ലോ അമ്പലത്തേക്ക് പോകുമ്പോൾ. അങ്ങനെ വിഷ്ണുവിൻ്റെ കുളി കഴിഞ്ഞു. സൂര്യമോളെ മേലെഴുകി. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ മത്തൻ്റെ ഇല കടപ്പത്ത് വെച്ചേന്നു കേട്ടോ. ചെറിയ ഉള്ളിയിലൊക്കെ വാട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകിലൊക്കെ വാട്ടിയതിന് ശേഷം കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ടാണ് കറി ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. മത്തൻ്റെ ഇല ഗ്യാസ് മേലാണ് കടപ്പത്ത് വെച്ചത്. ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കാനൊന്നുമുള്ള സമയം എനിക്കില്ല. ഇപ്പം തന്നെ അതാ ഇരുടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. സൂര്യമോളെ ഞാൻ അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനും കൂടെ പോയി ഒരുങ്ങാൻ നിൽക്കട്ടെ. പക്ഷെ എന്തോ ഒരു ക്ഷീണം പോലെ എനിക്കിങ്ങനെ തോന്നിട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്തായാലും വേണ്ടില്ല, എനിക്ക് അഖണ്ഡനാമം കണ്ടേ പറ്റുള്ളൂ. ക്ഷീണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്നാൽ എനിക്ക് ഇവിടെ നിൽക്കലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു വർത്തനം ഞാൻ ആരോടും പറയാതെ അതാ ഞാൻ വേഗം ഒരുങ്ങാൻ നോക്കട്ടെ. പിന്നെ എനിക്ക് വല്ലാണ്ട് വെള്ളത്തിന് ഇങ്ങനെ വലിയ ദാഹം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാൻ നോക്കട്ടെ, കാരണം വലിയ തിരക്കാവും. അഖണ്ഡനാമം എന്ന് പറയുമ്പോൾ ഇതിന് നല്ലോണം ജനങ്ങളുണ്ടാവില്ല, ആൾക്കാരുണ്ടാവില്ല കാണാനൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ ചോറ് തിന്നണില്ല കേട്ടോ, ചോറ് വന്നിട്ട് തിന്നാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ കയറി തൊഴുവൊക്കെ വേണം, അതുകൊണ്ട് തന്നെ ചോറ് തിന്നാൻ ഞാൻ നിൽക്കണില്ല. കുറച്ച് വെള്ളം കുടിച്ചാണ്ട് ഞാൻ പോകാൻ നോക്കിയിട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് നമ്മളെ മത്തൻ്റെ ഇല ഇതാ വേവാവാനായിട്ടുണ്ട്. ഇതിവിടെ കിടന്ന് വേവട്ടെ, ഞങ്ങൾ ഒരുങ്ങി പോകാനും നോക്കട്ടെ കേട്ടോ. അങ്ങനെ മത്തൻ്റെ ഇല കറിയൊക്കെ ആയതിന് ശേഷം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി അടച്ച് വെച്ചാണ്ട് ഇതാക്കണം. ഞാൻ ഒരുങ്ങി വാതിലൊക്കെ താക്കോലിട്ട് പൂട്ടി ഞങ്ങളിതാ പോവാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ അവിടെ മേലെ ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഓട്ടോറിക്ഷയിൽ രാജുവും ചേച്ചിയും ഐശ്വര്യമാണ് കേട്ടോ പോണത്. അതിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളും പോവുകയാണ്. അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി. സൂര്യമോളെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഓളെ കണ്ടിട്ടില്ലല്ലോ, ഓളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പോകാൻ നോക്കട്ടെ. അപ്പോൾ സൂര്യമോളെ ഇങ്ങനെയാണ് കേട്ടോ, പൊട്ടക്കെട്ട് ഇതേപോലെയാണ് കേട്ടോ മുടി കെട്ടി കൊടുത്തണത്. ഒന്നായിട്ട് ഇങ്ങോട്ട് പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് മതിയെന്ന് കരുതി അങ്ങനെ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. ഇനി പോകാൻ നോക്കട്ടെ.
പിന്നെ ഞാൻ അമ്പലത്തിലെത്തിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാണാൻ കഴിയണില്ല, അത്രയും ജനങ്ങളും തിരക്കും കൊണ്ട് കേട്ടോ കാണാൻ കഴിയണേയില്ല. പിന്നെ താ ഉന്തും തിരക്കുമായിട്ട് പിന്നെ ഞങ്ങൾ മുന്നിലെത്തിട്ടോ, മുന്നിലെത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു കളി മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് പോന്നപ്പോഴത്തേന് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് ജിലേബിയും നുറുക്കും വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ മക്കളെ. വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.